ശൂന്യാകാശത്ത് 2 ഉപഗ്രഹങ്ങളെ സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യയിലൂടെ ഇണചേർത്തതോടെ ലോക സ്പേസ് ക്ലബ്ബിൽ ഇന്ത്യയുടെ ഇരിപ്പിടം മുൻനിരയിലായി. ഈ വിദ്യ കൈവശമുള്ള അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യ കരുത്തുകാട്ടി അന്താരാഷ്ട്ര കയ്യടി നേടിയത്. ഭൂമിയിൽ നിന്ന് 375 കിലോമീറ്റർ ഉയരത്തിൽ മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗത്തിൽ പായുന്ന ഇന്ത്യയുടെ 2 ഉപഗ്രഹങ്ങളെ ആണ് വേഗം കുറച്ച് മെല്ലെ മെല്ലെ കൂട്ടിച്ചേർത്തത്. ഡിസംബർ 30 വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കാൻ മുമ്പ് 3 തവണ ശ്രമിച്ചിരുന്നു. ISROയുടെ ബാംഗ്ലൂരിലെ ഇസ്ട്രാക് എന്ന കൺട്രോൾസ് നിലയത്തിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഉപഗ്രഹങ്ങൾ നിയന്ത്രണ വിധേയമാകുന്നതും കൂട്ടിച്ചേരുന്നതും. 1980 SLV റോക്കറ്റിൽ സ്വന്തം ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിച്ചാണ് ഇന്ത്യ സ്പേസ് ക്ലബ്ബിൽ അംഗത്വമെടുക്കുന്നത്. സ്വന്തം റോക്കറ്റിൽ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിക്കാൻ ശേഷിയുള്ളവരുടെ കൂട്ടായ്മയാണ് സ്പേസ് ക്ലബ്ബ്. റഷ്യ, അമേരിക്ക, ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങളും യൂറോപ്പുമാണ് ക്ലബ്ബിലെ മറ്റ് അംഗങ്ങൾ. ഇതിൽ തന്നെ ഡോക്കിംഗ്, അൺഡോക്കിംഗ് സാങ്കേതികവിദ്യ കൈവശമുള്ളവർ എലീറ്റ് മെമ്പർമാരാണ്. റഷ്യയും അമേരിക്കയും 1966 ചൈന 2011 ഡോക്കിംഗ്, അൺഡോക്കിംഗ് വിദ്യ സ്വന്തമാക്കിയത്. ഇനി അറിയേണ്ടത് ഇണചേർന്ന ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ എന്ന് അൺഡോക്ക് ചെയ്യുമെന്നാണ്. അതായത് വേർപിരിയൽ. ഡോക്കിംഗ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അൺഡോക്കിങ്ങും. ബഹിരാകാശത്ത് ആളെ അയച്ച് തിരികെ കൊണ്ടുവരാൻ ഡോക്കിംഗ്, അൺഡോക്കിംഗ് സാങ്കേതികവിദ്യ ഒരേപോലെ കൈവശം വേണം. അതായത് കഥ അനായാസം പൂട്ടുകയും അതുപോലെ തുറക്കാനും കഴിയണമല്ലോ. ഒരു ഉദാഹരണത്തിലൂടെ ഇക്കാര്യം വ്യക്തമാക്കാം. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ 11ാം അപ്പോളോ ദൗത്യത്തിന്റെ കഥ നോക്കൂ. 2 വീതം ഡോക്കിങ്ങും അൺഡോക്കിങ്ങും ഈ ദൗത്യത്തിൽ തന്ത്രപ്രധാനമായിരുന്നു. സർവീസ് മോഡ്യൂൾ, കമാൻഡ് മോഡ്യൂൾ, ലാൻഡിംഗ് മോഡ്യൂൾ എന്നീ 3 പേടകങ്ങൾ ഒന്നിച്ചു ചേർത്താണ് പടുകൂറ്റൻ സാറ്റേൺ റോക്കറ്റിൽ വിക്ഷേപിച്ചത്. ഇതിൽ കമാൻഡ് മോഡ്യൂളിലായിരുന്നു നീൽ ആംസ്ട്രോങ്ങും ആൽഡ്രിനും മൈക്കൽ കോളിൻസും. വിക്ഷേപണത്തിന്റെ 4ാം ദിനം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി പേടകം. ഈ സമയം ചന്ദ്രനിൽ ഇറങ്ങേണ്ട ആംസ്ട്രോങ്ങും ആൽഡ്രിനും കമാൻഡ് മോഡ്യൂളിൽ നിന്ന് ലാൻഡിംഗ് മോഡ്യൂൾ എന്ന പേടകത്തിലേക്ക് മാറിക്കയറുന്നു. തുടർന്ന് ആ പേടകം കമാൻഡ് മോഡ്യൂളുമായി അൺഡോക്ക് ചെയ്ത്, അതായത് ബന്ധം വേർപെടുത്തി ചന്ദ്രനിലേക്ക് താഴുന്നു. ഈ സമയം മൈക്കൽ കോളിൻസ് കമാൻഡ് മോഡ്യൂളുമായി ചന്ദ്രനെ ചുറ്റുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ദൗത്യശേഷം തിരികെ കയറിയ ആംസ്ട്രോങ്, ആൾഡ്രിൻ എന്നിവരുമായി ലാൻഡിംഗ് മോഡ്യൂൾ കുതിച്ചുയരുകയും തുടർന്ന് കമാൻഡ് മോഡ്യൂളുമായി ഡോക്ക് ചെയ്യുകയും ചെയ്യുന്നു. പിന്നാലെ കമാൻഡ് മോഡ്യൂളിലേക്ക് കയറിയ ശേഷം ലാൻഡിംഗ് മോഡ്യൂൾ അൺഡോക്ക് ചെയ്ത് ബന്ധം വേർപെടുത്തി ശൂന്യാകാശത്ത് ഉപേക്ഷിക്കുന്നു. ഇനി ഒരു അൺഡോക്കിംഗ് കൂടി ശേഷിക്കുന്നു. അതായത് കമാൻഡ് മോഡ്യൂൾ ഭൂമിയിലേക്ക് മടങ്ങുന്നതിന്റെ ഭാഗമായാണത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പാണ് സർവീസ് മോഡ്യൂളിനെ അൺഡോക്ക് ചെയ്ത് ഉപേക്ഷിക്കുന്നത്. മടക്ക യാത്ര ഭാരം കുറഞ്ഞ് സുഗമമാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആളെ കയറ്റിയ പേടകത്തിലേക്കുള്ള വെള്ളവും കറണ്ടും മറ്റ് അവശ്യ സാമഗ്രികളും സംഭരിച്ചു വെച്ചിട്ടുള്ള പേടകമാണ് സർവീസ് മോഡ്യൂൾ. ഈ അപ്പോളോ ദൗത്യത്തിൽ 2 വീതം ഡോക്കിങ്ങും അൺഡോക്കിങ്ങും വളരെ കൃത്യമായി നടന്നതിനാണ് 8 ദിവസം കൊണ്ട് ദൗത്യം പൂർത്തിയാക്കാനായത്. ഇനി ഇന്ത്യക്ക് ബഹിരാകാശ നിലയം പണിയാൻ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും ഒരേപോലെ അത്യാവശ്യമാണ്. ചന്ദ്രനിലെ മണ്ണുമായി തിരികെ വരുന്ന 4ാം ചന്ദ്രയാൻ പേടകം നിർമ്മിക്കാനും ഈ വിദ്യ കൂടിയേ തീരും. ഒരു ഫുട്ബോൾ കോർട്ടിന്റെ വലിപ്പവും 650 ടൺ ഭാരവുമുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഭാഗങ്ങൾ പല വിക്ഷേപണങ്ങളിലൂടെ ബഹിരാകാശത്ത് എത്തിച്ച് കൂട്ടിയോജിപ്പിച്ചതാണ്. ഡോക്കിംഗ്, അൺഡോക്കിംഗ് സാങ്കേതികവിദ്യയുടെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് ബഹിരാകാശ നിലയത്തിലേക്ക് ആളെ കൊണ്ടുപോകുന്നതും അവിടെ നിന്ന് തിരികെ മടങ്ങുന്നതും. 60 കൊല്ലം മുമ്പ് തിരുവനന്തപുരത്തെ തുമ്പയിൽ ഡോക്ടർ വിക്രം സാരാഭായ് എളിയ നിലയിൽ തുടക്കമിട്ട ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ അവിസ്മരണീയമായ മറ്റൊരു നാഴികക്കല്ലാണ് ഇപ്പോൾ രാജ്യം കൈവരിച്ചിട്ടുള്ളത്. 2008 ആദ്യ ശ്രമത്തിൽ ചന്ദ്രനിൽ പേടകമിറക്കിയതിനും 2023 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകം ലാൻഡ് ചെയ്ത രാജ്യമെന്ന് പേരെടുത്തതിനു പിന്നാലെ കൈവരിച്ച ഈ വിജയം ഇന്ത്യയുടെ യശസ് അന്താരാഷ്ട്ര തലത്തിൽ വല്ലാതെ ഉയർത്തി. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ ഒരേ ഭ്രമണപഥത്തിൽ ചീറിപ്പായുന്ന ഉപഗ്രഹങ്ങളെ സെക്കൻഡിൽ 3 മില്ലിമീറ്റർ എന്ന വേഗത്തിലേക്ക് താഴ്ത്തി കൂട്ടിയോജിപ്പിക്കുന്നത് എന്നും ത്രില്ലടിപ്പിക്കുന്ന അനുഭവമാണ്. ആദ്യ 3 ശ്രമങ്ങളും ഫലം കാണാതെ വന്നതോടെ 4ാം ദൗത്യം അത്ര കാര്യമായ പബ്ലിസിറ്റി ഒന്നും നൽകാതെയാണ് ISRO നടപ്പാക്കിയത്. ഇതിനിടെ ISROയ്ക്ക് പുതിയ ചെയർമാനും എത്തി. ആദ്യ 3 ദൗത്യവും ഡോക്ടർ S സോമനാഥ് ചെയർമാൻ ആയിരിക്കെയാണ് നടന്നതെങ്കിൽ 4ാം ദൗത്യം പുതിയ ചെയർമാൻ ഡോക്ടർ B നാരായണന്റെ നേതൃത്വത്തിലായി. ബുധനാഴ്ച നാരായണൻ ബാംഗ്ലൂരിൽ ചുമതലയേറ്റ് നേരം പുലരും മുമ്പേ ഡോക്കിംഗ് വിജയം കൈവരിച്ചത് അദ്ദേഹത്തിന്റെ സ്വകാര്യ അഭിമാന നിമിഷം കൂടിയായി.
ഈ വിജയം ISRO ടീമിൻ്റേതാണെന്നും രാജ്യത്തിന് സമർപ്പിക്കുന്നതായും ഡോക്ടർ നാരായണൻ കലാകൗമുദിയോട് പറഞ്ഞു. 60ഓളം കൊല്ലം മുമ്പ് അമേരിക്കയും റഷ്യയും കൈവരിച്ച ഡോക്കിംഗ് സാങ്കേതികവിദ്യ ഇന്ത്യ ഇപ്പോൾ നേടിയതിൽ എന്താണ് പുതിയ കാര്യമെന്ന ചോദ്യത്തിന് റഷ്യ 1957 ലോകത്തെ ആദ്യ ഉപഗ്രഹം വിക്ഷേപിക്കുകയും 1961 ഗഗാറിനെ ശൂന്യാകാശത്ത് അയക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യ തുമ്പയിൽ ബഹിരാകാശ ഗവേഷണം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 1969 ആംസ്ട്രോങ് ചന്ദ്രനിലിറങ്ങുമ്പോൾ ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച സൗണ്ടിംഗ് റോക്കറ്റ് തുമ്പയിൽ നിന്നും കുതിച്ചുയരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ പിന്നിലായിരുന്ന ഇന്ത്യ അതിവേഗം മുന്നിലെത്തി